ഇന്നത്തെ എൻ്റെ ലക്ഷദ്വീപിലെ വിശേഷങ്ങൾ തുടങ്ങുന്നത് ഞങ്ങൾ താമസിച്ച വീട്ടിലെ അടുക്കളയിൽ നിന്നാണ് കേട്ടോ. ബാബുകാക്കാൻ്റെ നേതൃത്വത്തിൽ ഭക്ഷണമൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചതായിരുന്നു വീഡിയോ എടുക്കാൻ. ഇപ്പം എല്ലാം പറഞ്ഞു തരാനും എടുപ്പിക്കാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പുള്ളിക്ക് കേട്ടോ. ഇന്നാണ് ഞങ്ങൾ വേറെ 2 ദ്വീപിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ടാണ് പോകുന്നത്. ഇവിടെ ദം ബിരിയാണിക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്, അതുപോലെ റൈസും വേവിച്ച് വെച്ചിട്ടുണ്ട്. ദം ചെയ്യാനേ ഇനിയുള്ളൂ, ബാക്കി പണിയെല്ലാം കഴിഞ്ഞു എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര മൊത്തം ബോട്ടിലാണ്. ഒരുപാട് വിശേഷങ്ങളും ഭംഗിയുള്ള കാഴ്ചകളും എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. ഹായ്, ഞാൻ അശ്വതി. എല്ലാവർക്കും ഡി ഫാമിലിയിലേക്ക് സ്വാഗതം. ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. എല്ലാം കഴിച്ച് 9 മണിക്ക് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തിരിച്ചു. ബോട്ട് ജെട്ടിയിലേക്കുള്ള ഈ നടപ്പാണ് ഈ കാണുന്നത്. ഞങ്ങൾക്കുള്ള ബോട്ട് അവിടെ റെഡിയായിരുന്നു, കൊണ്ടുപോകാൻ ആളും റെഡിയായിരുന്നു. വെള്ളവും സ്നാക്സും വേണ്ട സാധനങ്ങളും ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ലഞ്ചും എല്ലാം പാക്ക് ചെയ്തെടുത്തിട്ടാണ് ബോട്ട് ജെട്ടിയിലേക്കുള്ള ഈ പോക്ക്. താമസിക്കുന്നിടത്തു നിന്ന് ബോട്ട് ജെട്ടിയിലേക്ക് ഒരു 200-250 മീറ്റർ നടക്കാനേ ഉള്ളൂ. അത്ര നടന്നപ്പോഴേക്ക് എൻ്റെ മക്കൾക്ക് ഭയങ്കര ക്ഷീണമായി. അപ്പോഴാണ് കരിക്ക് വിൽക്കുന്നത് കണ്ടത്. കൂടെ തന്നെ ഓടിച്ചെന്ന് 3 പേരും ഓരോ കരിക്ക് പറഞ്ഞു. അച്ഛനും ബാക്കി എല്ലാവരും നടന്ന് അങ്ങ് ബോട്ടിൽ കയറിയിട്ടുണ്ടായിരിക്കും. അവരങ്ങ് നടന്നു പോയിരുന്നു. ഞങ്ങൾ പതുക്കെ മുന്നോട്ട് നടന്നു. ദ്വീപിലെ വിശേഷങ്ങൾ കാണാനിറങ്ങുമ്പോൾ മസ്റ്റായിട്ട് കൈ കരുതേണ്ട കാര്യങ്ങളാണ് ഒരു കൂളിംഗ് ഗ്ലാസ്, അതുപോലെ നമ്മുടെ സൺസ്ക്രീം, ഒരു ക്യാപ്പ്, നല്ല കവറിങ് ഉള്ള ഡ്രസ്സ്. ഇന്നിപ്പോൾ വെള്ളത്തിലൊക്കെ കളിക്കാനും ബീച്ചൊക്കെ കാണാൻ ഇറങ്ങിയതായത് കാരണം ഓരോ ജോഡി ഡ്രസ്സും കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല കവറിങ് ഉള്ള ഡ്രസ്സ് ഇടുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ചൂടിൻ്റെ ആ ഒരു തീവ്രത അത്രയെങ്ങും മനസ്സിലാവില്ല, നല്ല കാറ്റൊക്കെ അടിക്കുന്നതുകൊണ്ട്. അതുകൊണ്ടും തന്നെ നമ്മൾ വെയിലത്തിരിക്കാൻ തന്നെ സാധ്യത കൂടുതലും. പക്ഷേ ആ വെയിലിൻ്റെ തീവ്രത അറിഞ്ഞത് പിന്നെ 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. എന്തായാലും ബോട്ടിൽ ഞങ്ങൾ കയറുന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ആദ്യം ഒന്ന് പേടിച്ചിട്ടുണ്ട്, ചവിട്ടുമ്പോഴേക്കൊന്ന് ആടുമോ എന്നൊക്കെ ഒന്ന് വിചാരിച്ചു. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല കേട്ടോ. കൂളായിട്ട് തന്നെ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ എവിടെ ഇരിക്കണം എന്നായിരുന്നു. പൊതുവേ മഴയത്തും വിയർക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് കാറ്റ് കിട്ടുന്ന സ്ഥലം തന്നെ നോക്കി പിടിക്കാമെന്ന് വിചാരിച്ചു. കൂടെ കുറച്ച് വീഡിയോസും എടുക്കണ്ടേ. 10-10:30 ആയപ്പോഴേക്ക് ലക്ഷ്യസ്ഥാനം മുന്നം വെച്ചുകൊണ്ട് സ്ട്രാങ്ക് ബോട്ട് മുന്നോട്ടെടുത്തു. പിന്നെ അങ്ങോട്ടൊരു കുതിപ്പായിരുന്നു കേട്ടോ. അത്യാവശ്യം ബേസിക് സൗകര്യങ്ങളൊക്കെയുള്ള ഒരു ചെറിയ ബോട്ട് തന്നെയായിരുന്നു കേട്ടോ. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളൊക്കെ ബോട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ പാട്ട്, കുട്ടികളെ വൈബായിട്ട് നിർത്താൻ നല്ല സൗണ്ടിൽ സ്പീക്കറിൽ പാട്ടും വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കുതിപ്പ് ഇന്ന് തിനകര ഐലൻഡിലേക്കാണ് കേട്ടോ. ഇന്നത്തെ പ്രോഗ്രാം പ്ലാൻ എന്താണെന്ന് ചോദിച്ചാൽ മെയിനായിട്ട് തിനകര ഐലാൻഡിലേക്കാണ് ട്രിപ്പ് വിടുന്നത്. കൂടെ സ്നോക്ലിംഗ് ഉണ്ട്. സ്നോക്ലിംഗ് ഷിപ്പ്രക്ക് പോയിന്റിലും അതുപോലെ സാൻഡ് ബാങ്കിലുമാണ് സ്നോക്ലിംഗ് ചെയ്യുന്നത്. ഈ പ്ലാനോടെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കര വിട്ട് ബോട്ട് മുന്നോട്ട് കുതിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കടലിൻ്റെ നിറം മാറുന്നത് നമുക്ക് ശരിക്കും അറിയാൻ സാധിക്കും കേട്ടോ. ഒരു വൈറ്റ് സാൻഡുള്ള ഭാഗത്തൊക്കെ ഒരു ഇളം നീല കളറോടുകൂടി കടൽ മുന്നോട്ട് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്പീഡ് കൂടുന്തോറും ആദിക്കുട്ടൻ്റെ ഭയം വല്ലാണ്ട് കൂടി കേട്ടോ. ആരെയും തൊടാനും പിടിക്കാനും ഒന്നും സമ്മതിക്കാതെ ആദിക്കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു. രാമനെയും കൃഷ്ണനെയും എല്ലാവരും വിളിക്കുന്നുണ്ടായിരുന്നു ബോട്ടിലേക്ക്. അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ബോട്ടിലെ എല്ലാ ചേട്ടന്മാരും ഇറങ്ങി വരുന്ന കൂട്ടത്തിൽ സ്ട്രാങ്ക് വരെ വരേണ്ടി വരുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ പിന്നെ മുന്നിൽ ആ ബോട്ടിൻ്റെ ചുണ്ടത്ത് തന്നെ സ്ഥലം പിടിച്ച് കാലും നീട്ടിയൊരു ഇരിപ്പായിരുന്നു. അതൊരു 1.5 യാത്രയായിരുന്നു കേട്ടോ. കടൽ കാണാൻ കോഴിക്കോട്ടേക്കും പരപ്പനങ്ങാടിയിലേക്കൊക്കെ പോയപ്പോൾ ആ കരയിൽ നിന്നുകൊണ്ട് നോക്കിയ എക്സ്പീരിയൻസ് അതൊന്നുമല്ലാന്ന് തോന്നിയത് ഈ ദിവസമാണ് കേട്ടോ. ആ കളറ് മാറി വരുന്ന സമയത്ത് ശരിക്കും കടലിൻ്റെ ആ ആഴം നമുക്ക് മനസ്സിലാവും. ഇളം നീല കളറിൽ നിന്ന് കരി നീല കളറിലേക്ക് കടലിൻ്റെ ആ ഭാവമാറ്റം അത് ശരിക്കും കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ് കേട്ടോ. കാറ്റിനെയൊക്കെ കീറി മുറിച്ചുകൊണ്ട് ചീറി പാഞ്ഞുകൊണ്ടാണ് പിന്നെ ബോട്ട് മുന്നോട്ട് പോയത്. അപ്പോഴേക്കും എൻ്റെ ആദിക്കുട്ടൻ്റെ നിലവിളി അങ്ങ് അക്കരെ വരെ കേൾക്കായിരുന്നു. ആ ഉച്ചത്തിൽ ആദിക്കുട്ടൻ കരയാനും തുടങ്ങി. ഞങ്ങൾ കുറച്ച് പേര് മുന്നിൽ തന്നെ സീറ്റ് ഉറപ്പിച്ചുകൊണ്ട് ഉണ്ണിച്ചേട്ടനൊന്നും അവിടെ ഇരിക്കാൻ പറ്റിയില്ല കേട്ടോ. ഉണ്ണിച്ചേട്ടൻ പിന്നിലാണ് ഇരുന്നത്. അച്ഛനും അമ്മയും നിന്നുകൊണ്ടൊന്നും യാത്ര ചെയ്യാൻ പറ്റില്ല കേട്ടോ. ബോട്ട് അത്രയും സ്പീഡിലാണ് ബോട്ട് ആഞ്ഞുലഞ്ഞുകൊണ്ടിരിക്കുന്നത്. കടലിലിരുന്നു യാത്ര ചെയ്തുകൊണ്ട് ഇങ്ങനൊരു കട്ടൻ ചായ കുടിക്കാമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല കേട്ടോ. ഞങ്ങൾ പ്രതീക്ഷിക്കാതെയാണ് ചേട്ടന്മാർ ചായയും അതുപോലെ തന്നെ സ്നാക്സും ഒക്കെ സെർവ് ചെയ്തുകൊണ്ട് വന്നത്. ഞാൻ വിചാരിച്ചത് ഒരു 10 മിനിറ്റിലൊക്കെ അപ്പുറത്ത് ദ്വീപിലെത്തും എന്നൊക്കെയാണ്. ഏറിപ്പോയാൽ ഒരു അരമണിക്കൂർ. പക്ഷേ ഇത് ഏകദേശം ഒരു 1 മണിക്കൂർ യാത്രയോളം ഉണ്ടായിരുന്നു ഞങ്ങളിപ്പോൾ പോകുന്ന ദ്വീപിലേക്ക്.
അങ്ങനെ ഞങ്ങൾ സാൻഡ് ബാങ്കിലെത്തിയിട്ടോ. ഇത് കുറച്ച് ദൂരം തന്നെ കടലിങ്ങനെ സാൻഡായിട്ട് കുറച്ച് ആഴം കുറഞ്ഞ ഏരിയയാണ്. ഇവിടെ ഞങ്ങൾ മാത്രമായിരുന്നില്ല, വേറെയും ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി ആഴം ഒട്ടും ഇല്ലാത്തൊരു ഏരിയയായിരുന്നു. കുട്ടികൾക്കൊക്കെ ശരിക്കും ഇറങ്ങി ഒരുപാട് ദൂരം തന്നെ ഇറങ്ങി ഒരേ ആഴത്തിൽ നടക്കാൻ പറ്റും. അങ്ങനെ അവിടെ നിന്നുകൊണ്ടാണ് സ്നോക്ലിങ്ങിൻ്റെ ഒരു ഡെമോയൊക്കെ അവർ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ ഫോണും കൈ പിടിച്ച് വട്ടം കറങ്ങുന്നത് കണ്ടിട്ട് എന്താണെന്നല്ലേ, സത്യം പറഞ്ഞാൽ മൊത്തം വെയിലും നല്ല വൈറ്റ് സാൻഡിൻ്റെ കളറും എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് ശരിക്കും ഫോണിലേക്ക് ഡിസ്പ്ലേ കാണുന്നില്ലായിരുന്നു. അത്തരത്തിലൊരു നമുക്ക് വിഷ്വൽസ് ശരിക്കും ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. കൂളിംഗ് ഗ്ലാസ് വെച്ചല്ലാതെ ഒട്ടും കാണാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ബോട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്, മറ്റൊരു ടൂർ ഓപ്പറേറ്റേഴ്സിൻ്റെ ബോട്ടിൽ അവർക്കുള്ള ടീമിനുള്ള ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നത്. അവർ അവിടുന്ന് തന്നെ മീനെ പിടിച്ചുകൊണ്ട് മീനെ വൃത്തിയാക്കി വെട്ടി കഴുകി ഫുഡാക്കി ലഞ്ചിന് അവർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇത് വറ്റ പോലത്തെ ഒരു മീനാണ് കേട്ടോ. നമുക്ക് കൊച്ചിയിലൊക്കെ കാണുന്ന ഒരു തരം പരന്ന വറ്റയില്ലേ, വെള്ള കളറിൽ, അതുപോലത്തെ മീനാണ്. അതിന് വേറൊരു പേരാണ് അവർ പറഞ്ഞത്. എന്തായാലും അതിച്ചിരി നേരം നോക്കി നിന്നൊരു വീഡിയോ ഒക്കെ എടുത്തപ്പോൾ തൊട്ടപ്പുറത്ത് ചൂണ്ടയിട്ടുകൊണ്ട് മീൻ പിടിക്കുന്നതും കണ്ടായിരുന്നു. ശരിക്കും ഫോണിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റായിട്ടോ. ശരിക്കും നമ്മൾ നിൽക്കുന്ന ബോട്ട് നിർത്തിയിരിക്കുന്ന ആ ഭാഗത്ത് തന്നെ മീനെ നല്ല വൃത്തിക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇനി അടുത്തത് സ്നോക്കലിങ്ങിനുള്ള പോക്കാണ് കേട്ടോ. എന്താണ് സ്നോക്കലിംഗ് എന്നല്ലേ, സ്നോക്കൽ എന്ന് പറഞ്ഞാൽ ആ മാസ്ക് വെച്ചുകൊണ്ട് നമ്മൾ വെള്ളത്തിലിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് താഴേക്ക് മുഖം മാത്രം താഴ്ത്തി പിടിച്ച് നല്ല പോലെ അടിഭാഗമൊക്കെ കാണുന്ന രീതിയിലാണ് സ്നോക്കലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ പോകുന്നത് അത് നമുക്ക് കാണാൻ കുറച്ചുകൂടി കാണാൻ സാധിക്കുക, മീനുകളൊക്കെ അത്യാവശ്യം കാണാൻ പറ്റിയ കുറച്ച് കോറൽസ് ഉള്ള ഭാഗങ്ങളിലാണ്. അപ്പോൾ ഈ കോറൽസ് റീഫിലേക്കാണ് ഇപ്പോൾ സ്നോക്കലിംഗ് ചെയ്യാൻ ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇവിടെ അധികം ആഴമില്ല, ഒരാളെ ഹൈറ്റിൽ ആഴമൊക്കെ ഉള്ളൂ, നമുക്ക് നിൽക്കാൻ പറ്റും. പക്ഷേ ഈ കോറൽസ് ഉള്ളത് കൊണ്ട് കാലിൽ ചപ്പൽസും അല്ലെങ്കിൽ ഷൂസൊന്നും ഇടാതെ നമുക്ക് നിൽക്കാനും പറ്റില്ല. നല്ല കോറൽസിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ശരിക്കും മുറിയുന്നുണ്ട് കേട്ടോ, പെട്ടെന്ന് മുറിയാവുന്നുണ്ട്. നമുക്ക് ഈ ഉപ്പ് വെള്ളം തട്ടുമ്പോൾ നീറുമ്പോഴാണ് ഇവിടെയൊക്കെ മുറിഞ്ഞോന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ കണ്ണൻ ഇറങ്ങാൻ വേണ്ടി റെഡി ആവുന്നതാണ് കണ്ടത്. ജാക്കറ്റൊക്കെ ഇട്ട് അവരുടെ എല്ലാവരുടെയും കൂടി സിംഗിളായിട്ട് ഒരാൾ എപ്പോഴും കൂടെ തന്നെ ഉണ്ടായിരിക്കും. കൈ പിടിച്ച് അവർ നമ്മളിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് വെള്ളത്തിൻ്റെ മേലെയുടെ അവരാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അവനിതാ ഫസ്റ്റ് ഇറങ്ങുന്നതിൻ്റെ ഉത്സാഹമൊക്കെയാണ് കാണിക്കുന്നത്. ആദിക്കുട്ടൻ ഇപ്പം തയ്യാറായി, ഞാൻ ഇപ്പം ഇറങ്ങുന്നുള്ള മട്ടിലാണ് ഇരിക്കുന്നത്. പക്ഷേ കഥ മാറുന്നുണ്ട് കേട്ടോ. സ്നോക്കലിംഗ് ചെയ്യാൻ അവർ ആദ്യം കൊണ്ടുപോയ ഈ ഭാഗം അത് കോറൽസൊക്കെയുള്ള ഒത്തിരി കോറൽസ് ഉള്ളൊരു ഏരിയയാണ്. അവിടെ ആകുമ്പോൾ മീനുകൾ ധാരാളം ഉണ്ടായിരിക്കും. അതുപോലെ വേറെയും പല കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. മീനെ മാത്രമല്ല, സ്റ്റാർ ഫിഷ്, നമ്മുടെ സീ കുക്കുംബർ, അങ്ങനെ കുറേ സാധനങ്ങൾ കാണാൻ പറ്റും എന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ ഓരോരുത്തരായിട്ട് പിന്നെ ഇറങ്ങാൻ വേണ്ടി റെഡിയായി. ഓരോരുത്തരെയും അവർ 3 പേര് വെച്ച് ഞങ്ങളെ ബോട്ടിലുണ്ടായിരുന്നു. 3 പേരും ഇറങ്ങിയിട്ടും ഉണ്ടായിരുന്നു. അവരിങ്ങനെ 1 by 1 ആയിട്ട് ഓരോരുത്തരെയായിട്ട് കാണിച്ചു. അച്ഛൻ ഇറങ്ങിയ സമയത്ത് അച്ഛന് ഇച്ചിരി ബ്രീത്തിങ് ഇഷ്യൂ പോലെ തോന്നി. അച്ഛൻ തിരിച്ചു കയറി. മതി, എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ തിരിച്ചു കയറി. പക്ഷെ മാക്സിമം അവർ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും കേട്ടോ, ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നതല്ലേ, അപ്പോൾ അതൊന്നും മിസ്സായി പോകരുത് എന്നോർത്ത് അവർ മാക്സിമം നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി വീണ്ടും കൊണ്ടുപോകാൻ നോക്കും. ആദ്യക്കുട്ടീനെ മാസ്ക് ഇടലും ഇറക്കലും ഭയങ്കര ടാസ്ക്കായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ ഉഷാറായിട്ട് ഇറങ്ങി, നൈനുക്കുട്ടനും ഒക്കെ കാണുന്നുണ്ട്, മോള് വാന്നൊക്കെ പറഞ്ഞ് സോപ്പൊക്കെ ഇട്ട് ഇറങ്ങിയപ്പം പിന്നെ പുള്ളിക്കാരിക്ക് മാസ്ക് വയ്ക്കാൻ പറ്റുന്നില്ല, മാസ്ക് വയ്ക്കുമ്പോൾ ശ്വാസം കിട്ടുന്നില്ല, ഇറങ്ങാൻ പേടിയാവുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് ആദ്യക്കുട്ടി അവിടുന്ന് നൈസായിട്ട് ഒഴിഞ്ഞു. എല്ലാവരുടെയും നിർബന്ധം കൂടി ഇപ്പോൾ ആദ്യക്കുട്ടൻ ഇറങ്ങി വെള്ളത്തിൽ ചുമ്മാ നിന്നോളാമെന്നും പറഞ്ഞ് ഇറങ്ങിയിട്ട് അവിടെ ജസ്റ്റ് പിടിച്ചു നിൽക്കുമായിരുന്നു. എന്നാലും ഉണ്ണിച്ചേട്ടൻ വിടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഒന്ന് ട്രൈ ചെയ്യും മോളെ എന്നും പറഞ്ഞ് പുള്ളിയും കൂടെ തന്നെ ഇറങ്ങി കാണിച്ചു കൊടുത്തു. പക്ഷേ കുഞ്ഞിനെന്തോ വല്ലാത്ത പേടിയായിരുന്നു. നമ്മൾ ഒത്തിരി നിർബന്ധിച്ച് കൊണ്ടുപോയിട്ടും കാര്യമില്ലല്ലോ, കുറച്ചൊക്കെ ഇൻട്രസ്റ്റും വേണ്ടേ. അപ്പോൾ ആൾക്ക് അത്ര പേടിയായപ്പോൾ ചുമ്മാ എന്നാൽ അവിടെ നിന്നാൽ മതി എന്നോർത്ത് ആദ്യക്കുട്ടൻ അങ്ങനെ വെറുതെ വിട്ടു. ഒരു 2 മീറ്റർ ആഴത്തിൽ നമ്മൾ സ്നോക്കലിംഗ് മാസ്ക് ഒക്കെ വെച്ചുകൊണ്ട് താഴെ അടിത്തട്ടിൽ മീനിനെ കാണുന്നത് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. മീനുകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി കയ്യിൽ ഒരു ചെറിയ ബിസ്ക്കറ്റ് പാക്കറ്റ് പൊട്ടിച്ച് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് വന്ന് മീൻ കൊത്തിക്കൊണ്ടുപോകുന്നത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കൂട്ടത്തോടെ മീൻ വരുന്നത് കാണാനും നല്ല ഭംഗിയായിരുന്നു. എൻ്റെ കയ്യിൽ വാട്ടർ പ്രൂഫായിട്ടുള്ള മൊബൈൽ ഫോണൊന്നുമല്ല, പിന്നെ ഞാൻ അത് കവറിട്ട് ഇടാനുള്ള മാർഗ്ഗവും എൻ്റെ കയ്യിലില്ലായിരുന്നു. അതുകൊണ്ട് വീഡിയോസ് എടുക്കാൻ എനിക്ക് സാധിച്ചില്ല.
കേട്ടോ. അവസാന ശ്രമം എന്നോണം ഞാനും ഇറങ്ങി വെള്ളത്തിലേക്ക് കേട്ടോ. ആദ്യം ഒന്ന് റെഡിയാക്കാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ, ഒരു രക്ഷയില്ല. അവളെ വെച്ചുകൊണ്ട് ഞാൻ അയനുകുട്ടനെയും തനൂനെയും ഒക്കെ വെള്ളത്തിലേക്ക് ഇറക്കി. അത് കണ്ടെങ്കിലും കുഞ്ഞൻ ആ കൈവിട്ടൊന്ന് കൂടെ വെള്ളത്തിലേക്ക് വരും എന്ന് വിചാരിച്ചു. പക്ഷേ ഇല്ല, ആദ്യക്കുട്ടനൊരു രക്ഷയില്ല. ഇനി അടുത്ത തവണയെങ്കിലും ഏതെങ്കിലും ബീച്ചിൽ ഇതുപോലൊരു ഭാഗ്യം ഉണ്ടാകുമ്പോൾ എൻ്റെ കുഞ്ഞിന് കാണാൻ പറ്റട്ടെ. സ്നോർക്കലിംഗ് ഒരു ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇത് നമ്മുടെ കൈ പിടിച്ച് നമ്മളെ വെള്ളത്തിൻ്റെ മേലിലൂടെ ഫ്ലോട്ട് ചെയ്ത് അങ്ങനെ കൊണ്ടുപോയപ്പോൾ താഴത്തെ കാഴ്ചകളൊക്കെ നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റും. ലക്ഷദ്വീപിലെ വെള്ളവും സാൻഡ്സും ഒക്കെ അങ്ങനെയാണ്, അത്രയും ക്ലിയറാണ് വാട്ടറിൽ നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കാണാൻ. എനിക്ക് ഫോണിൽ എങ്ങനെ അത്രയ്ക്കും ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ ലഞ്ച് ബ്രേക്ക് ആയപ്പോൾ ഞങ്ങളുടെ ബിരിയാണി ദമ്മ് പൊട്ടിച്ചു. ചേട്ടന്മാർ പ്ലേറ്റും പാത്രവും ഒക്കെ കഴുകി കൊണ്ടുവന്ന് ഭക്ഷണം വിളമ്പുന്ന തിരക്കിലേക്കായി. ഒരുവിധം എല്ലാവർക്കും നല്ല ക്ഷീണമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല വെയിലും ഉണ്ട്. അപ്പോൾ തണലത്തിരി എൻ്റെയൊക്കെ മുഖം ഇരിക്കുന്നത് കണ്ടില്ലേ, വിശന്ന് ആ ബിരിയാണി ചെമ്പോടെ തിന്നാനുള്ള വിശപ്പും ഉണ്ടായിരുന്നു. ഭക്ഷണം നല്ലൊരു നാടൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. ദം ബിരിയാണിയാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ നാട്ടിലുണ്ടാക്കുന്ന ടൈപ്പ് ദം ബിരിയാണി തന്നെയായിരുന്നു. പക്ഷേ കോഴിയിലൊരു ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. നമ്മുടെ ലഗോൺ കോഴിയുടെ ഒക്കെ പോലത്തെ ഒരു ബ്രോയിലർ കോഴി എന്ന് വേണമെങ്കിൽ പറയാം. അവർ നാടൻ കോഴി വെച്ചുണ്ടാക്കിയതാണോ എന്ന് വരെ സംശയമുണ്ട്. അവിടെ വീടിൻ്റെ പിന്നിൽ തന്നെ കോഴിയൊക്കെ വളർത്തുന്നുണ്ടായിരുന്നു, ചിലപ്പോൾ അങ്ങനെയായിരിക്കും. എന്തായാലും നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണി ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല വിശപ്പുള്ളതുകൊണ്ട് എല്ലാവരും നല്ലപോലെ ഭക്ഷണവും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളും അവരും എല്ലാവരും കൂടെ ബോട്ടിലിരുന്നുകൊണ്ട് ഒരു സ്ഥലത്ത് പോയി ഒതുക്കി ബോട്ടിലിരുന്നുകൊണ്ട് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു ഒരു നല്ല വിശ്രമമൊക്കെ പാസ്സാക്കിയിട്ടാണ് ഇനി അടുത്ത പരിപാടി. തിനകര ഐലൻഡിലേക്കാണ് പോകുന്നത്. ഐലൻഡിലും കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. അവിടെ കുറച്ച് നേരം എൻജോയ് ചെയ്തിട്ട് നമുക്ക് വേറെ സ്നോർക്കലിങ്ങിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് പോകാനുണ്ടായിരുന്നു. അപ്പോൾ ബോട്ടിലിരുന്ന് ഇച്ചിരി നേരം കുട്ടികളും ഞങ്ങളും ഒക്കെ ഒന്ന് വിശ്രമിച്ചു. പാട്ടൊക്കെ കേട്ട് ചീയറായിട്ട് നല്ല സന്തോഷത്തോടെ ഇരുന്നു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ അടുത്ത പോക്കിനി തിനകര ഐലൻഡിൽ ഞങ്ങൾ ചെന്ന് ഇറങ്ങുമ്പോൾ അവിടെ വേറെയും ഓപ്പറേറ്റേഴ്സിൻ്റെ ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യാൻ, വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനും പറ്റിയൊരു ഐലൻഡ് തന്നെയായിരുന്നു തിനകര ഐലൻഡ്. ഒരുപാട് ആഴമില്ലാത്ത വെള്ളത്തോടു കൂടി കടൽ അങ്ങനെ പരന്ന് കിടക്കുന്ന ഏരിയയായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. നല്ല നട്ടപ്പൊരു വെയിലത്താണ് ഇറങ്ങി നടക്കുന്നതെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ക്ഷീണമൊന്നും പിന്നെ മേലിൽ കണ്ടില്ലായിരുന്നു കേട്ടോ. കൂടാതെ കടലിലേക്ക് ഇറങ്ങുമ്പോഴോ നല്ല തണുത്ത വെള്ളവുമായിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു സ്നോർക്കലിങ്ങിൻ്റെ മറ്റൊരു ലോകത്തേക്ക്. ഇവിടെ സ്നോർക്കലിംഗ് നേരത്തെ ചെയ്ത പോലെ അല്ലായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ആഴമുള്ള ഏരിയയാണ്. മേലെ നിന്ന് കാണുമ്പോൾ അടി കാണുന്നുണ്ടെങ്കിലും ഇറങ്ങി നോക്കിയപ്പോഴാണ് ഒരു 3 ആളുടെ ആഴത്തിലെങ്കിലും ആഴം കണ്ടത്. പിന്നെ കുറച്ച് ഒരു ഡാർക്ക് ഷെയ്ഡുള്ള ഏരിയയിലേക്ക് പോയപ്പോൾ ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ നിന്ന് നമ്മൾ താഴേക്ക് നോക്കുന്ന പോലത്തെ ഒരു എഫക്റ്റ് ആയിരുന്നു. അതിൻ്റെ മേലെ കൂടെ നീന്തി പോകാനും ഇച്ചിരി പേടി തോന്നും. ഓരോരുത്തരെയും കൈ പിടിച്ച് അവർ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഇച്ചിരി ധൈര്യം വേണം ഒന്ന് ശരിക്ക് കാണാൻ. മീനിനെ ഇത് ഞാൻ നേരെ മേലേന്ന് ഫോണിൽ നിന്ന് എടുത്ത വീഡിയോസാണ്. പക്ഷേ ഉള്ളിൽ നിന്ന് കാണുമ്പോൾ ഇതിലേറെ ഗംഭീര കാഴ്ചയായിരുന്നു കേട്ടോ. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെ ഒരു ഭാഗ്യം ഈ അടുത്തുണ്ടാവുമെന്ന് വിചാരിച്ചതല്ല. ദൈവം അതിന് സാധിച്ചു തന്നതിന് നന്ദി പറയുന്നു. അങ്ങനെ ഇന്നത്തെ ഒരു ഫുൾ ഡേ എന്ന് പറഞ്ഞാൽ കടലിൽ തന്നെയായിരുന്നു കേട്ടോ. ഒരുപാട് കാഴ്ചകളും സ്നോർക്കലിങ്ങിൻ്റെ ആ ഒരു എക്സ്പീരിയൻസും എല്ലാം ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ അഗത്തി ഐലൻഡിലേക്ക് തിരിച്ചു പോയത്. അപ്പോഴേക്ക് ഏകദേശം വൈകിട്ടായിട്ടുണ്ടായിരുന്നു. തിരിച്ചു പോകുമ്പോൾ കുട്ടികൾക്ക് കാണാൻ ഒരുപാട് കാഴ്ചകൾ മീനിനെ മേലേന്ന് തന്നെ കാണാൻ പറ്റിയിരുന്നു. എന്തായാലും വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങളെല്ലാവരും അഗത്തിയിലേക്ക് തിരിച്ചെത്തിയത്. അങ്ങനെ ഒരു 6-6:30 ആയപ്പോഴാണ് ഞങ്ങൾ ദ്വീപിലേക്ക് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയത്. അപ്പോൾ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അവസരം കിട്ടിയ എല്ലാവരും ലക്ഷദ്വീപൊക്കെ ഒന്ന് കാണാൻ മറക്കരുത്. എനിവേ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ ബൈ.